ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. സാധാരണ പൂരിക്കൊക്കെ കുഴച്ചെടുക്കണ ആ ഒരു രീതിക്കുള്ള കൂട്ട് ഇതുപോലെ കുഴഞ്ഞ് വന്നതിന് ശേഷം 2 മിനിറ്റ് നേരം നല്ലപോലെ കൈയെടുക്കാതെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. സാധാരണ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊരൽപ്പം ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ കൂട്ട് ഇവിടെ നോക്കൂ, റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. 6 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഞാനിവിടെ 2 ചീസ് ക്യൂബ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരല്പം ചൂടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചീസൊക്കെ മെൽട്ടായി ഇതിൻ്റെ കൂടെ യോജിച്ച് വന്നോളും. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളയെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. അരികുകൾ പ്രസ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ. അതിനുശേഷം ഉള്ളിലേക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒരുപാട് കുത്തി നിറച്ച് വെക്കാതെ ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നല്ലപോലെ സീൽ ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരുപാട് ചൂടാകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരല്പം കൂടുതലാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് എണ്ണയുടെ മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വരും. അന്നേരം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.